ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് പെസഹാകാലം 7-ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈ സുവിശേഷ ഭാഗത്ത് വിശ്വനാഥൻ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. 33-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഞെരുക്കം, സമാധാനം. ക്രിസ്തു, ലോകം. രണ്ട് കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ എന്നിൽ ജീവിക്കുക, ലോകത്തിൽ ജീവിച്ചാൽ ഞെരുക്കമുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പോലും നമ്മൾ ആരിലാണ് ജീവിക്കുന്നത്? നമ്മൾ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ ആണ് പൂർണ്ണമായും നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് ഞെരുക്കം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ക്രിസ്തുവിലാണ് ജീവിക്കുന്നതെങ്കിൽ സമാധാനം കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെയാണ് ആ വാക്യം പറഞ്ഞു വയ്ക്കുന്നത്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തുന്നതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാകും, ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഇവിടെ ഈ ഞെരുക്കം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഓർക്കുകയാണെങ്കിൽ, ഇതില് ഇംഗ്ലീഷ് ബൈബിളിലേക്ക് നമ്മൾ നോക്കിയാൽ പല വേർഷൻസിൽ പലതാണ് ഉപയോഗിക്കുന്നത്. ട്രിബുലേഷൻസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ട്രബിൾ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, സഫറിങ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പല വാക്കുകളാണ് ഈ ഞെരുക്കം എന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാകുമെന്നത് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കുകൾ. നമ്മൾ പക്ഷേ ഇതിന്റെ റൂട്ട് വേർഡ് നമ്മൾ ഗ്രീക്ക് വാക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തിലിപ്സിൻ എന്ന് പറയപ്പെടുന്ന വാക്ക്. തിലിപ്സിൻ എന്ന് പറയപ്പെടുന്ന വാക്ക് യഥാർത്ഥത്തിൽ ക്രഷിങ് പ്രഷർ, സ്ക്വീസിങ് ഓ ചോക്കിങ് കംപ്രഷൻ എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അതായത് ഞെക്കി പിഴിഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ അമർത്തി വലിയൊരു പ്രഷർ കൊടുത്ത്, ഞെരുക്കം കൊടുത്ത് അതിനകത്തെല്ലാം പുറത്തെടുക്കത്തക്ക രീതിയിൽ. അതായത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മള് മുന്തിരി ചക്കിനകത്ത് മുന്തിരി ഞെരിഞ്ഞമരുന്ന, ഞെക്കി പിഴിഞ്ഞ് അതിന്റെ ചാറ് പുറത്തെടുക്കുന്ന, അതിനുപയോഗിക്കുന്ന വാക്കാണ് ഈ തിലിപ്സിൻ എന്ന് പറയപ്പെടുന്ന വാക്ക്. ആ വാക്കാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഈ തിലിപ്സിൻ എന്ന് പറയപ്പെടുന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഞെരുക്കം, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാകും എന്ന് പറയുന്നതിനെ പല അർത്ഥത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. ഒന്ന്, ഈ ലോകം നൽകുന്നൊരു ഞെരുക്കമുണ്ട്. അതായത് നമ്മളിങ്ങനെ പലതിൻ്റെയും പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിനെ വിട്ടുകളഞ്ഞു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരുപാട് പ്രലോഭനങ്ങളുടെ, ഒരുപാട് പ്രതിസന്ധികളുടെ ഞെരുക്കങ്ങളുണ്ട്. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോഴത്തേക്ക് അതല്ല നമ്മൾ ആദ്യം കാണുന്നത്. ഈ ഞെരുക്കം എന്ന് പറയുന്ന വാക്ക് പെർസിക്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്. പീഡനങ്ങളുണ്ടാകും. നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരുപാട് പീഡാസഹനങ്ങളിലൂടെ കടന്നുകൊണ്ടിരും. കാരണം നിങ്ങൾ എൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ ലോകം ഇങ്ങനെ ഞെരുക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വിശ്വാസം ഉപേക്ഷിക്കത്തക്ക രീതിയിൽ, ക്രിസ്തുവിനെ തള്ളിപ്പറയത്തക്ക രീതിയിൽ ഒരുപാട് പീഡാസഹനങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് ഒരർത്ഥം. പക്ഷെ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ഈശോ പറയുക. ധൈര്യമായി മുന്നോട്ട് പോവുക, ഞാൻ ലോകത്തെ കീഴടക്കിയിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് കീഴടക്കാൻ സാധിക്കും, മുന്നോട്ട് പോവുക. ഇതൊരു വളരെ പ്ലെയിൻ ആയിട്ട്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു അർത്ഥമാണ്. മറ്റൊരർത്ഥം നമുക്ക് കാണാനായിട്ട് സാധിക്കുക, ഇനി ഒരുപാട് പെർസിക്യൂഷൻസ്, ഒരുപാട് പീഡനങ്ങളോ കാര്യങ്ങളോ, മതപീഡനം ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലോ സ്ഥലത്തിലോ നമ്മൾ ജീവിക്കുമ്പോഴത്തേക്ക് ഈ സുവിശേഷഭാഗത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പീഡനമല്ല, മറിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ച നമ്മൾ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് ലോകത്തിൻ്റെതായ ഞെരുക്കങ്ങൾ, അതായത് ക്രിസ്തുവിനെ ഉപേക്ഷിക്കത്തക്ക രീതിയിലുള്ള ഞെരുക്കങ്ങൾ ഉണ്ടാകുക. അതായത് ഒരുപാട് പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ. ഇപ്പം ക്രിസ്തുവിനോടൊപ്പം ജീവിക്കാന്ന് പറയുമ്പോൾ ഒരാൾ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തിട്ടാണ് ജീവിക്കുകയാണ്, ക്രിസ്തുവിനൊപ്പം ജീവിക്കുന്നത്. പക്ഷെ അത് വിട്ടുകളയാനും ഉപേക്ഷിക്കാനുമായിട്ടുള്ള ഒരുപാട് പീഡനങ്ങൾ. അപ്പോൾ അയാൾ
അയാൾ അത് വിട്ട് കളഞ്ഞാൽ മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എല്ലാവരും ആ രീതിയിലേക്ക് ജീവിക്കുന്നവരാണ്. അപ്പോൾ നീതിയും സത്യവും ഒക്കെ വിട്ട് കളഞ്ഞാൽ അയാൾക്ക് സ്വസ്ഥമായി ജീവിക്കാം. അയാളൊരു ഞെരുക്കത്തിലൂടെ പോവുകയാണ്, ടിപ്സിലിൻ ഒരു ഞെരുക്കത്തിലൂടെ പോവുകയാണ്. അയാളിങ്ങനെ ഞെക്കി ഞെരുക്കി ലോകം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ വാക്ക് സൂചിപ്പിക്കുന്ന അനുസരിച്ചാണെങ്കിൽ നമ്മളൊക്കെ നോക്കേണ്ടത് തിലിപ്സിൻ എന്ന് പറയുന്ന വാക്ക് ഓർപ്പിക്കുന്നത് നമ്മളിൽ നിന്നും നമ്മളെ ഞെക്കി ഞെരുക്കുമ്പോൾ ഒരു സത്ത് പുറത്തേക്ക് വരും. ക്രിസ്തു സ്നേഹത്തിന്റെ സത്ത പുറത്തേക്ക് വരും. അതാണ് സാക്ഷ്യം. ആ മുന്തിരിയാകുന്ന നമ്മളെ ഈ ലോകം ഞെക്കി ഞെരുക്കുമ്പോൾ, ഇതിനെ സ്ട്രെസ് എന്ന് പറയാം. ഇപ്പൊ ഈ ആധുനിക കാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് സ്ട്രെസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ക്രിസ്തുവിന്റെ മൂല്യങ്ങൾക്ക് ഒത്ത രീതിയിൽ ഒരാൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ലോകം അയാൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഞെരുക്കമുണ്ട്, സ്ട്രെസ് ഉണ്ട്. പക്ഷെ അതിന് പ്രാർത്ഥനാപൂർവ്വം ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ജീവിക്കുമ്പോൾ ആ ഞെരിഞ്ഞമരുന്ന സമയത്ത് അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മുന്തിരി നീര് ക്രിസ്തു സ്നേഹമാണ്. അത് ലോകത്തിന് മുമ്പിൽ ഒരു സാക്ഷ്യമാണ്. ഇതാണ് നമുക്ക് ഈ വാക്ക് ഞെരുക്കം എന്ന വാക്കിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന വസ്തുത. തിലിപ്സിൻ, ട്രിബുലേഷൻ എന്ന് പറയുന്ന വാക്ക്, ട്രബിൾ, സഫറിങ് എന്നൊക്കെ പറയുന്ന പല വാക്കുകൾ കൊണ്ട് ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷെ മലയാളം ബൈബിളിൽ ഞെരുക്കം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തിലിപ്സിൻ എന്ന് പറയപ്പെടുന്ന വാക്കാണ്. ഈ തിലിപ്സിൻ എന്ന് പറയപ്പെടുന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ലോകം നമ്മളെ ഇങ്ങനെ ഞെക്കി ഞെരുക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ പേരിൽ നമ്മളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ആ മുന്തിരിനീര് മാത്രമാണ്. അത് ക്രിസ്തു സ്നേഹത്തിന്റെ മുന്തിരിനീരാണ്. അത് ലോകത്തിന് മുമ്പിൽ സാക്ഷ്യമാണ്. അപ്പോൾ ലോകം നമ്മൾ ഞെരുക്കുമ്പോൾ ഈശോ പറയുകയാണ്, ലോകം നിങ്ങൾ ഞെരുക്കും, പക്ഷെ ധൈര്യമായിരിക്കുവാൻ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഈശോ പലയിടത്തും പറയുന്നതോടൊപ്പം ഈശോ ഇവിടെ പറയുന്നതാണ്, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, ധൈര്യമായിരിക്കുവാൻ. ക്രിസ്തുവിലായിരിക്കുന്നവൻ സമാധാനം കണ്ടെത്തുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ലോകം ഞെരുക്കുന്നു എങ്കിലും അവൻ ക്രിസ്തുവിലാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ സമാധാനം കണ്ടെത്തിയിരിക്കുന്നു. കാരണം ക്രിസ്തു ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഇതാണ് ഈ സുവിശേഷം നൽകുന്ന വലിയൊരു സന്ദേശം. അത് എത്ര വാക്യമാണെന്ന് നോക്കി കഴിഞ്ഞാൽ യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിലെ 33-ാമത്തെ വാക്യമാണ് ഈ കണ്ടത്. അപ്പൊ ക്രിസ്തു തന്റെ മരണം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം കൃത്യമായും 33-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഞെരുക്കം എന്ന് പറയപ്പെടുന്നത്, ലോകം നമ്മളെ ഞെരുക്കുമ്പോൾ ക്രിസ്തു സ്നേഹം പുറത്തേക്ക് ഒഴുകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.